Hey guys, എൻ്റെ നെയിം ഹഷ്കർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് WazirXൻ്റെ P2P യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ അധിക എക്സ്ചേഞ്ചസിലും ബാങ്ക് ട്രാൻസ്ഫർ അവൈലബിൾ അല്ല. സോ നമ്മൾക്ക് ഏറ്റവും എളുപ്പം മാർഗ്ഗം എന്ന് പറയുന്നത് P2P ആണ്. ഏറ്റവും സേഫസ്റ്റ് മാർഗ്ഗവും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് WazirX ആണ്. പലരും അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് INR ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ക്രിപ്റ്റോ എങ്ങനെയാണ് WazirXൽ വാങ്ങാം, അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിലുള്ളത് WazirXൻ്റെ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് P2P വാങ്ങണമെങ്കിൽ നിങ്ങൾ ഇതിവിടെ കാണുന്ന നിങ്ങളുടെ ഫണ്ട്സിൽ വന്നാൽ ഫണ്ട് സെക്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് കൺവേർട്ട് INR ഇൻറ്റു USDT കാണും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് P2P വഴി USDT വാങ്ങാൻ പറ്റും. നിങ്ങളുടെ INR USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ P2P യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്കൊരു എന്താ പറയുക വേറൊരു പേജിലേക്ക് പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും ക്രിപ്റ്റോൻ്റെ ഇപ്പോൾ നിലവിലെ USD ടു INR പ്രൈസ് കാണിക്കും. 84.68 ആണ് ബേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ P2P ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾക്ക് KYC ഫുള്ളായിട്ടുണ്ടാവണം WazirXൽ. അതേപോലെ തന്നെ നമ്മൾക്ക് മിനിമം 1000 രൂപ അനുസരിച്ച് വാങ്ങേണ്ടി വരും. അപ്പോൾ 1000 രൂപ ഇപ്പോൾ സാധാരണ ഒരു $14 ആവും. അപ്പോൾ നിങ്ങൾ 14 USD വാങ്ങേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഇതിലിപ്പോൾ കാണാൻ പറ്റുന്ന കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് $10 ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കി. ഇപ്പോൾ തന്നെ എന്താ പറയുക ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മിനിമം ബൈ എമൗണ്ട് ഷുഡ് ബി മോർ ദാൻ 40.5 USDT. അപ്പോൾ അത് ഏകദേശം ഒരു 1000 രൂപേൻ്റെ അടുക്കായിട്ട് വരും. 1000 അതിനേക്കാളും മുകളിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് 14 അല്ലെങ്കിൽ 15 പഠിക്കാൻ പോകുന്നതിന് ഞാൻ 1270 രൂപ ഉള്ള 15 USD ആണ് വാങ്ങുന്ന പ്ലാൻ. ഇത് കുറച്ച് ടൈം മുമ്പ് 83 എത്രയോ ആയിരുന്നു ബേസ് പ്രൈസ് എന്ന് പറയുന്നത് USDTൻ്റെ. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് ക്രിപ്റ്റോ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ തന്നെ USDTൻ്റെ പ്രൈസ് വാല്യൂ കൂടും. അപ്പോൾ നിങ്ങളതൊന്ന് ആലോചിക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ ബൈ ചെയ്യാൻ പോകുന്നതാണ് 15 USDT. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ഇവിടെ അടിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വിശ്വാസമുള്ള കുറച്ച് സെല്ലേഴ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അവരുടെ കയ്യിൽ നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാൻ പറ്റും. സോ നിങ്ങൾ അവരുടെ ID ജസ്റ്റ് ഒന്ന് അടിച്ച് കൊടുത്താൽ മതി, എന്നിട്ട് ബൈ ചെയ്താൽ മതി. ഓക്കെ, P2P നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. WazirX ഒരു എമൗണ്ട് പോലും ഒരു ഫീ പോലും എടുക്കില്ല. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പേജ് കയറിയിട്ടുണ്ട്. ഇവിടെ മാച്ചിങ് വിത്ത് ഡയറക്റ്റ് സെല്ലേഴ്സിനാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു സെല്ലേഴ്സ് വേണം എന്തായാലും. അപ്പോൾ WazirX അവരുടെ എന്താ പറയുക പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു സെല്ലേഴ്സിന് തിരഞ്ഞെടുത്ത് തരും. അതാണ് ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെല്ലേഴ്സിന് തിരഞ്ഞെടുത്ത ശേഷം നമ്മൾക്ക് ബൈ ചെയ്യാൻ പറ്റും. UPI അല്ലെങ്കിൽ IMPS അത് നമ്മൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു എമൗണ്ട് അടിച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നാണ് നമുക്കൊന്ന് നോക്കി വെക്കാം. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഈ ഒരു സെല്ലേഴ്സ് ഒന്ന് ആക്റ്റീവ് ആവട്ടെ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾക്കൊരു സെല്ലേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെല്ലേഴ്സിന് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. സോ നിങ്ങൾക്കൊരു സെല്ലേഴ്സ് മാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ടൈമിംഗ് ഉണ്ടാവും. 10 minutes ആണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്കൊരു 30 സെക്കൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേ വിത്ത് UPI അല്ലെങ്കിൽ IMPS നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് UPI ആണ് കുറച്ചും കൺവീനിയൻസ്. അപ്പോൾ ഞാൻ UPI ഒന്ന് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കൺഫേം ദ എക്സ് ഇൻ ദ ടൈം ഓഫ് 60 minutes ആൻഡ് സീ ദ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. പെനാൽറ്റി ഫോർ നോട്ട് പേയിങ് ആഫ്റ്റർ ക്ലിക്കിംഗ് യെസ് ഐ വിൽ പേ മിനിമം $10 USD ഓർ വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ പെനാൽറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ യെസ് ഐ വിൽ പേ അടിച്ച ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 10 USD മൈനസ് ആയിട്ട് വരും WazirX അക്കൗണ്ടിൽ. അപ്പോൾ നിങ്ങളതൊന്ന് ആലോചിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പേരും അതേപോലെ തന്നെ UPI ഉള്ള ആളെ പേരും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾക്കത് മൂടി വെക്കണം. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു UPI ID കാണാൻ പറ്റും. YBL, SBI, CNRK അങ്ങനെയുള്ള കാണാൻ പറ്റും. അങ്ങനെ UPI ID കാണാൻ പറ്റും. ആ UPI ID കോപ്പി ചെയ്യാം. എന്നിട്ട് ആ പേയ്മെൻറ്റ് നടത്താൻ നോക്കാം. ഓക്കെ, ആ പേയ്മെൻറ്റ് നടത്തിയ ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യൽ എന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ കാണേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ട്രാൻസ്ഫേർഡ്, ട്രാൻസാക്ഷൻ ID, ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ കാണണം. അപ്പോൾ കണ്ടാലേ അത് കൺഫേം ചെയ്യുള്ളൂ, നിങ്ങൾക്ക് പെയ്ഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ആലോചിക്കാം. പിന്നെ അതേപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഐ ഹാവ് ട്രാൻസ്ഫേർഡ് എക്സാക്ട്ലി 1270 എമൗണ്ട് എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്ത ശേഷം അഗ്രി ചെയ്ത ശേഷം നിങ്ങൾ ഐ ഹാവ് പെയ്ഡ് എന്ന് അടിക്കുക. ഓക്കെ, സോ ഞാൻ എന്തായാലും ഇത് പേ ചെയ്യാൻ പോകുന്നു. പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിമാർക്സ് ഇവിടെ കാണാം. അപ്പോൾ അതിലൊരു നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്പേഴ്സും ആൽഫബറ്റ്സ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ട്രിങ് നിങ്ങളുടെ പേയ്മെൻറ്റ് സെൻഡ് ചെയ്യുമ്പോൾ UPIയിൽ നിങ്ങൾക്ക് റിമാർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയൊരു നോട്ട്സ് ആയിട്ടുണ്ടാവും. പല ആപ്പുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലത് റിമാർക്സ് എന്ന് പറയും, ചിലപ്പോൾ നോട്ട്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അത് അവിടെ ഒരു കോഡ് ഉണ്ട്, ആ കോഡ് നിങ്ങൾ അവിടെ അടിച്ച് കൊടുക്കണം. അടിച്ച് കൊടുത്താലേ ഈ ഒരു പേയ്മെൻറ്റ് വാലിഡ് ചെയ്യുള്ളൂ, കൺഫേം ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഐ ഹാവ് പെയ്ഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആർ യു ഷുവർ യു ഹാവ് ട്രാൻസ്ഫേർഡ് 1270 ടു ദ സെല്ലേഴ്സ് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഫാസ്റ്റ് കൺഫർമേഷൻസിന് -20 USDT വരും നിങ്ങളുടെ WazirX അക്കൗണ്ടിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലും WazirX യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരും. സോ ജസ്റ്റ് ഐ പെയ്ഡ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓർഡർ പ്ലേസ്ഡ്, വെയിറ്റിംഗ് ഫോർ സെല്ലർ ടു കൺഫേം യുവർ പേയ്മെൻറ്റ്, എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ 2 hours ആണ് മാക്സിമം. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രാൻസാക്ഷൻ ബൈ ഓർഡർ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാണാൻ പറ്റും. $15 USDT ഫോർ 1270 എമൗണ്ട് സക്സസ്ഫുൾ എന്ന് കാണിക്കാൻ പറ്റും. അത് പർച്ചേസ് ചെയ്യുന്നതാണ് അർത്ഥം. ഒരു ഗ്രീൻ ടിക്കും കാണും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്ക് പോവാം. എന്നിട്ട് ബാക്ക് പോയി നമ്മുടെ WazirX വാലറ്റിലൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും USDT 1214 ആണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്കിത് സെല് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൺവേർട്ട് ഇൻടു USD ഒന്നും കൂടി അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ സെല് ചെയ്യണം, ഈ USD സെല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെയിം പ്രോസസ് ഓപ്പോസിറ്റായി ചെയ്താൽ മതി. ജസ്റ്റ് അവിടെ അടിച്ച ശേഷം നോർമൽ നമ്മൾ ബൈ ചെയ്യുന്ന അവിടെ തന്നെ പോയാൽ മതി. എന്നിട്ട് അവിടെ ബൈ ചെയ്യുന്നതിന് പകരം ഇവിടെ സെല്ലെന്ന് കാണാൻ പറ്റും. സെല്ലെന്ന് കൊടുത്തിട്ട് ഇവിടെ റേറ്റ് കാണിക്കും, നിലവിലെ പ്രൈസ് എത്രയാണെന്ന്. അപ്പോൾ സെല് ചെയ്യുമ്പോൾ സാധാരണ പ്രൈസ് കുറവാണ് ബൈ ചെയ്യുന്നതിനേക്കാളും ബേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര % അടിക്കണം. ഇപ്പോൾ 15 USD ആണ് എൻ്റെ കയ്യിൽ നിലവിലുള്ളത്. അപ്പോൾ 15 USDക്ക് എനിക്ക് ഏകദേശം 1256 INR ആണ് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് സെല്ല് കൊടുത്താൽ നിങ്ങൾ സാധാരണ മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഡിഫറൻസ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ID അങ്ങനത്തെ കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. UPI ID ഓൾറെഡി നിങ്ങളുടെ WazirX അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആക്റ്റീവാക്കിയിട്ട് വെക്കണം. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾ സെല് ചെയ്യാൻ പറ്റും. അത്ര കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ലൈക്കും ചെയ്യാം. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.